കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ അന്തർ സംസ്ഥാന കുറ്റവാളി ലാലാ കബീറും കൂട്ടാളിയും കുമ്പളയിൽ പിടിയിലായി. ഇവരിൽ നിന്ന് 30 കിലോ കഞ്ചാവും കടത്താൻ ഉപയോഗിച്ച ഹോണ്ട സിറ്റി കാറും പോലീസ് പിടിച്ചെടുത്തു. 40 വർഷമായി നിങ്ങളുടെ ജീവിതത്തിന്റെ പുതുതാളം. ബിന്ദു ജ്വല്ലറി. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ലൈഫ് ടൈം. കാസർഗോട്ട് വീണ്ടും വൻ ലഹരിവേട്ട. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും കുമ്പള പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് അന്തർ സംസ്ഥാന കുറ്റവാളി കാഞ്ഞങ്ങാട് സ്വദേശി ലാലാ കബീർ, ഇയാളുടെ കൂട്ടാളി മുഹമ്മദ് നിഹാൽ എന്നിവർ പിടിയിലായത്. ശനിയാഴ്ച രാവിലെ കുമ്പള ദേശീയപാതയിൽ ആരിക്കാടി ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു അറസ്റ്റ്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം കാത്തുനിൽക്കുകയും പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഹോണ്ട സിറ്റി കാർ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയുമായിരുന്നു. കാറിന്റെ രഹസ്യ അറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 30 കിലോ കഞ്ചാവ്. പിടിയിലായ ലാലാ കബീർ നിസ്സാരക്കാരനല്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണിയാൾ. കേരളത്തിനു പുറമെ കർണാടകത്തിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. മൈസൂരു ജയിലിൽ തടവിലായിരുന്ന ലാലാ കബീർ അടുത്തിടെയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും വൻ കഞ്ചാവ് കടത്തുമായി ഇയാൾ വലയിലാകുന്നത്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസ്, SI KP ഗണേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുടർ നടപടികൾ പുരോഗമിക്കുന്നത്. ലഹരിമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.